ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തുണിയെല്ലാം എടുത്ത് ഞാൻ അകത്ത് കൊണ്ടിട്ടു ഉണങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ നേരെ താഴെ വന്ന് എല്ലാം ജനലൊക്കെ തുറന്നിട്ടിട്ട് അവനെയും വിളിച്ച് താഴെ കൊണ്ടുവന്ന് അവനെ ഒരു സെറ്റിലാക്കിയിട്ടാണ് ഞാൻ നേരെ കിച്ചണിലോട്ട് പോകുന്നത്. ഞാൻ അടിച്ചു വരുന്നതൊക്കെ തലേന്ന് രാത്രിയിലായിരിക്കും ഞാൻ ചെയ്യുന്നത്. രാവിലെ ഞാനങ്ങനെ തൂത്ത് തുടയ്ക്കാറില്ല. കാരണം രാവിലെ എനിക്ക് തുമ്മലായതുകൊണ്ട് രാവിലെ പൊടി അടിക്കാറില്ല. സോ തലേദിവസം രാത്രിയിലായിരിക്കും ഞാൻ തൂത്തിടാറുള്ളത്. ഇന്ന് രാവിലെ ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്ത രീതിയിൽ ഞാനൊന്ന് അപ്പം ട്രൈ ചെയ്ത് നോക്കിയതാണ്. മറ്റേ പൊടി, ഇൻസ്റ്റൻറ്റ് പൊടി വെച്ചിട്ട് പാലും പഞ്ചസാരയൊക്കെ ഇട്ടടിച്ച് 1.5 മണിക്കൂർ മാറ്റി വെച്ച് ഉണ്ടാക്കുന്ന ഇൻസ്റ്റൻറ്റ് അപ്പം. ഞാൻ ഇതുവരെ അങ്ങനെ പൊടി വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. കുഴപ്പമില്ലാണ്ട് വന്നു. എന്നാലും എനിക്ക് മറ്റേതാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയത്. ഇതിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് ഒന്നെങ്കിൽ മുട്ട റോസ്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ ചിക്കൻ കറി ആയിരിക്കും. പിന്നെ നേരെ ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ചെടിയൊക്കെ ഞാൻ ഏകദേശം വെള്ളം കഴിയാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ റീഫിൽ ചെയ്ത് വെക്കുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ചെടികൾ. എൻ്റെ വീടിനകത്തും പുറത്തും ഞാൻ ഇഷ്ടം പോലെ ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട്. അകത്താണേലും ഞാൻ നല്ല രീതിക്ക് ചെടികൾ ഉണ്ട് അകത്ത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് അതിനെ ഒന്ന് പ്രെപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഞാനൊന്ന് ആക്റ്റീവാവും. സോ അങ്ങനെ അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെച്ച് ഇവിടെ അല്ല കേട്ടോ വെക്കുന്നത്. രാവിലെ കുറച്ച് നേരം ഞാൻ ഈ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റാറുള്ളത്. അപ്പം ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ലംസ് എല്ലാം കളഞ്ഞ് ഞാൻ 1.5 മണിക്കൂർ അതവിടെ വെക്കണമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ടാണ് ഞാൻ ചെടിയുടെ കാര്യങ്ങളൊക്കെ വന്ന് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോപ്പറിൽ സവാളയൊക്കെ അരിഞ്ഞ് ഒരു സാധാ മുട്ട റോസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പത്തിൻ്റെ മാവ് കറിയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും ഒന്നും സെറ്റാകുമല്ലോ. അങ്ങനെ ഞാൻ പല രീതിയിലും മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പം, എന്തെങ്കിലും സമയമില്ലാത്ത സമയത്ത് ഞാൻ ഉണ്ടാക്കുന്നത് സാധാ ഇങ്ങനെ തന്നെ ആയിരിക്കും. സവാള ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേനും മസാലകളെല്ലാം ഇട്ട് അതിൻ്റെ പച്ചമണം മാറി തക്കാളി, എൻ്റെ കയ്യിൽ തക്കാളി ഇല്ലായിരുന്നു, ഒരു ഹാഫ് തക്കാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് പിന്നെ മല്ലിയിലേക്ക് ഇട്ട്, ഇതാണ് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത്. എല്ലാ സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല, സവാളയൊക്കെ നീളത്തിലരിഞ്ഞ് ഭയങ്കര സമയം എടുത്തായിരിക്കും ഉണ്ടാക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ലേറ്റായിപ്പോയി. 6 മണി 6:30 എല്ലാം വെച്ച് ഞാൻ എഴുന്നേറ്റ് വന്നപ്പം 7:15 7:30 ആയി. നല്ല മഴയായിരുന്നു. അപ്പം എല്ലാം ധൃതി ആയതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയത്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റൗവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ പിന്നെ അടുക്കളയിൽ നിന്ന് ഇറങ്ങാറാണ്. പിന്നെ ഒരു ഉച്ച സമയത്തൊക്കെ അതുവരെ കുറച്ച് പഠിക്കാനും വായിക്കാനും നോട്ട്സ് എഴുതാനും ഒക്കെ ഇരുന്നിട്ട് പിന്നെ ഒരു ഉച്ചയ്ക്ക് 12:30 ഒക്കെ ആകുമ്പോഴത്തേന് ഞാൻ പിന്നെ കിച്ചണിൽ കയറും. താങ്ക് യു.